ഗൈസ്, അപ്പൊ ഇത് പിന്നെയും ന്യൂ ഇയർ. അതിന് കുറച്ച് സമയത്തിന് ന്യൂ ഇയർ ആവും ഗൈസ്. 2 മണിക്കൂറില്ലേ ഗൈസ് ന്യൂ ഇയറിന്. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ എന്റെ റെസൊല്യൂഷൻ എന്നായി എനിക്കപ്പൊ ലെറ്റ്സ് സീ. സോ ഗൈസ്, എപ്പോ ടൈം നോക്കിയ 10 മണിയായി ഗൈസ്. 2 മണിക്കൂർ ന്യൂ ഇയർ ഉള്ളൂ. ഹായ് மேடம் அவனை சொல்லி நிறுத்துங்களேன்டா. 2 മണിക്കൂർ ന്യൂറ് ബാംഗ്ലൂർ അടിച്ചു പൊളിച്ചാ. അതെ ഗൈസ്, ബാംഗ്ലൂരിലെ കസിൻ ചേച്ചിനെല്ലാം ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ബാംഗ്ലൂരിന്റെ മെമ്മറബിൾ ഡേയ്സ്, അതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് റിലീസ് ചെയ്യും ഗൈസ്. ഇതിന്റെ 5ാമത്തെ എപ്പിസോഡ് ഞാൻ ഇന്ന് തന്നെ റിലീസ് ചെയ്യും ഗൈസ്. എപ്പോ വേണമെങ്കിലും റിലീസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. എന്നാലും ഈ വർഷത്തെ ന്യൂ ഇയർ ഇതിലെല്ലാം ഞങ്ങൾ ന്യൂ ഇയറിന്റെ വീഡിയോ എല്ലാം, ന്യൂ ഇയറിന്റെ റെസൊല്യൂഷൻ വരെ ഈ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. അപ്പൊ ഇനി 2 മണിക്കൂറുണ്ട് ഗൈസ്. അപ്പൊ 2 മണിക്കൂറിൽ നമുക്ക് ബാംഗ്ലൂർ കുറച്ച് റിവ്യൂകൾ ഒക്കെ പറയാം. അപ്പൊ നമുക്ക് ബാംഗ്ലൂർ റിവ്യൂ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ബാംഗ്ലൂർ പോയത്. അതുപോലെ ഒരു ബാംഗ്ലൂർ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്, ഒരു ബാംഗ്ലൂർ റിവ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ആദ്യത്തെ ഡൗട്ടില് ബാംഗ്ലൂരിൽ ആരാണ് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ബാംഗ്ലൂർ വേറെ എന്റെ കസിൻ ചേച്ചിയാണ്. എന്റെ കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്റെ കസിൻ ചേച്ചിയാണ്. ഈ ബാംഗ്ലൂർ വ്ളോഗ് ഞാൻ വിൽക്കുമ്പോൾ ഞാൻ കുറെ ആലോചിച്ചെടുക്കണം വേണ്ടിയത്. അവസാനമാണ് ഈ വ്ളോഗ് എടുക്കണം എന്ന് തോന്നിയത്. അപ്പൊ ഗൈസ്, ഞാൻ വ്ളോഗ് അപ്പൊ അപ്പൊ ആദ്യത്തെ ഡൗട്ട് ക്ലിയർ. അതേമാതിരി എന്റെ കസിൻ ചേച്ചി ഒരു എന്താ മീൻസ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആണെന്ന്. പിന്നെ എന്റെ കസിൻ ഒരു അവിടുത്തെ ബാംഗ്ലൂർ ക്ലിനിക്കിൽ വർക്ക് ചെയ്ത്. അതുപോലെ നമ്മൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഡേറ്റ എംപ്ലോയി ആണ്. ഇത് MG റോഡിലാണ് ഓഫീസ്. അപ്പൊ ആദ്യത്തെ ഡൗട്ട് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ, എപ്പോഴാണ് ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഈ ബാംഗ്ലൂർ ട്രിപ്പ് ഞങ്ങളൊരു സെപ്റ്റംബർ ഓഗസ്റ്റ് മാസത്തിലാണ് ഗൈസ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്തത്. ചേച്ചി ഒരു മാർച്ച് ആകുമ്പോ പ്ലാൻ ചെയ്ത് പോണം എന്ന്. അപ്പൊ ഞങ്ങൾ പോയത് ഫസ്റ്റ് ആണ് ഗൈസ്. എന്താ ഗൈസ്, ഇത് ഞങ്ങൾക്ക് ബ്ലോഗ് ഡേയ്സ് എല്ലാം ഞങ്ങളൊരു ഓഗസ്റ്റിലാണ് ഗൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഓഗസ്റ്റ് അല്ല, ഒരു സെപ്റ്റംബർ ആകുമ്പോഴാണ് ഡിസംബർ ആകുമ്പോൾ പോകണമെന്ന് പ്ലാൻ ചെയ്തത്. ഡിസംബർ ആകുമ്പോൾ കൺഫേം ആയി അത്. അപ്പോ രണ്ടാമത്തെ ഡൗട്ട് ക്ലിയർ ആയില്ല. ഇനി മൂന്നാമത്തെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഒരു ഹെക്ടിക് സിറ്റിയാണ് അല്ലെങ്കിൽ നല്ല സിറ്റിയാണോ എന്നാണ്. അപ്പോ ബാംഗ്ലൂർ പറയുന്നത് ഒരു ട്രാഫിക്കിലെ ഹെക്ടിക് സിറ്റിയും ബാംഗ്ലൂർ കുറെ സ്ഥലങ്ങൾ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഞാൻ പോയ മതി ലാൽബാഗ്, കബൻ പാർക്ക്, അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. കബൻ പാർക്കിലൊന്നും നമ്മൾ പോയിട്ടില്ല, പക്ഷെ അങ്ങനത്തെ പാർക്കിൽ അടിപൊളിയായിട്ടുണ്ട്. MG റോഡ്, ചർച്ച് സ്ട്രീറ്റ്, നമ്മൾ പോയ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു ഗൈസ്. അത് നമ്മൾ കലാശക്കൊട്ട് ദിവസമായിരുന്നു ഗൈസ്. നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മൾ അവസാനിപ്പിച്ചത്. അതിന്റെ വീഡിയോ ഇന്നോ നാളെയോട്ട് ഞാൻ റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് നോക്കാം. സോ ഗൈസ്, ഇത് ഒരു എന്താ മീൻസ് ഒരു അപ്പൊ നിങ്ങൾക്ക് 3 ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇനി 4ാമത്തെ ചോദ്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ നിങ്ങൾ ബ്ലോഗ് എഡിറ്റ് ചെയ്യണം, അതാണ് സ്ഥലം ഉണ്ടാവട്ടെ. അത് ഞാൻ ലാസ്റ്റ് ആകുമ്പോ ഇതിനെ ആൻസർ പറയാം. ഇത് ഓക്കെ ഗൈസ്. അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിന് ലാൽബാഗ് അടിപൊളിയാണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ അടിപൊളിയാണ്, നിങ്ങൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു അതൊക്കെയായിരുന്നു.
അപ്പൊ ഗൈസ് അത് ലാൽബാഗ് പറയുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് ഗൈസ്. ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ അടിപൊളിയാണ്. അവിടെ കുറെ ഉണ്ട് മരങ്ങൾ, ഒരു നേച്ചർ പാർക്കാണ് ഗൈസ് ലാൽബാഗ് പറയുമ്പോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഇന്ത്യ, ഐ തിങ്ക് സോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. അപ്പോ ബാംഗ്ലൂർ അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ 10 ദിവസമായിട്ട് എന്താ 5 ദിവസം 5 എപ്പിസോഡ് 6 എപ്പിസോഡ് മാക്സിമം 6 എപ്പിസോഡ് വന്നതെന്നാണ് അടുത്ത ഡൗട്ട്. മീൻസ് ഞങ്ങൾ അത്ര ഞങ്ങൾ എത്തിയത് 21-ാം തീയതി രാത്രിയാണ്. അപ്പൊ ആ ദിവസം ഞങ്ങൾ പോയില്ല. പിന്നെ 22-ാം തീയതി ഞങ്ങള് ബണ്ണാർക്കട്ടിലും ഐക്യക്കും പോയത്. അതായിരുന്നു പാർട്ട് 1. പാർട്ട് 2 പറയുമ്പോൾ നമ്മൾ ഹോം ബ്ലോഗാണ് എടുത്തത്. അപ്പൊ നമ്മൾ പിന്നെ കഫേ അമ്മുദമ്മിൽ പോയി. അതാണ് പാർട്ട് 2. പാർട്ട് 3 പറയുമ്പോൾ നമ്മൾ ചർച്ച് സ്ട്രീറ്റാണ് പോയത്. അതായത് 24-ാം തീയതി നമ്മൾ എങ്ങോട്ടും പോയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. 25-ാം തീയതിയാണ് നമ്മൾ പോയത് ചർച്ചിനെ. 23-ാം തീയതി പോളാ ബെയർ മാത്രം പോയി. പക്ഷെ അതിനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 25-ാം തീയതിയാണ് നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് ഇങ്ങനെ നിന്നത്. അതിന് കഴിഞ്ഞിട്ട് 26-ാം തീയതി നമ്മൾ പോകുമ്പോ 26-ാം തീയതി എങ്ങോട്ട് പോയില്ല തോന്നുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ പോയത് 29-ാം തീയതിയാണ് പോകുന്നത്. Audio Jungle. Audio Jungle. Audio Jungle. ഗുഡ് ബൈ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.